കലാഭവൻ മണിയുടെ മരണം ജാഫർ ഇടുക്കിയുടെ മൊഴി പുറത്ത്. മണി മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ജാഫർ ഇടുക്കി പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞു. സിനിമാക്കാര്യം ചർച്ച ചെയ്യാനാണ് താൻ മണിയെ കണ്ടത്. രാത്രി 11:30 വരെ താൻ മണിയോടൊപ്പം ഉണ്ടായിരുന്നു. സിനിമയിലെ സഹപ്രവർത്തകരായ 10-ലേറെ പേരും മണിയുടെ നാട്ടിലെ ചില ബന്ധുക്കളും സുഹൃത്തുക്കളും അപ്പോൾ കൂടെ ഉണ്ടായിരുന്നതായി ജാഫർ വെളിപ്പെടുത്തി. തന്നോടൊപ്പം ഒരു ബിയർ മാത്രമാണ് മണി കഴിച്ചത്. വേറൊരു ലഹരിയും അവിടെ ഉണ്ടായിരുന്നില്ല. മണിയെ ആരും അപായപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്ന വാർത്ത വാസ്തവമാണെങ്കിൽ സത്യം പുറത്തു വരണമെന്നും ജാഫർ പറഞ്ഞു. എന്നാൽ മണിയുടെ സ്വാഭാവിക മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മണിക്ക് ഗുരുതരമായ കരൾ രോഗം സ്ഥിരീകരിച്ചിരുന്നു. മദ്യം കഴിക്കരുതെന്ന് മണിക്ക് ഡോക്ടർമാർ കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ മരണം നടന്ന സമീപ ദിവസങ്ങളിൽ മണി മദ്യപിച്ചിരുന്നുവെന്ന് പോലീസ് രേഖകളിൽ പറയുന്നു. ആന്തരികാവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ പോലീസ് അന്തിമ നിഗമനത്തിലെത്തൂ. അതുല്യ കലാകാരന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആയിരങ്ങളാണ് മണിയുടെ സ്വന്തം ചാലക്കുടിയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി പ്രമുഖർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അനുശോചനം രേഖപ്പെടുത്തിയപ്പോൾ മറ്റു ചിലർ നേരിട്ടെത്തി അനുശോചിച്ചു.